മത്സരമുണ്ട്. മത്സരത്തിൽ എന്തായാലും UDF കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു സ്ഥലമാണ്. ഒരു എതിർപ്പ് വന്നാൽ മാത്രമേ ഒരു ജില്ലയുടെ വികസനത്തിൽ വ്യത്യാസം വരുള്ളൂ. ഇപ്പൊ ഈ മലപ്പുറം ടൗൺ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. മാറ്റം വരണം. അതായത് ഈ തുടർച്ചയായ ഭരണം കുഴപ്പമാണ്. ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കൂടുതലാണ്. നന്നാവാനിപ്പോ ഇനിയിപ്പോ മറ്റൊരു കയറിയാലും നന്നാവുന്നില്ല. ഇവിടെ എന്തായാലും നന്നാവുന്നില്ല. ഈ പോക്കങ്ങനെ പോവുകയാണെങ്കിൽ അത്രയും തന്നു. വീഴ്ച ഭയങ്കര വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രി ഭയങ്കര തോൽവിയാണ്. ആഭ്യന്തര മോശമാണെന്നാണ്. ആഭ്യന്തര മോശമാണ്. നിലവിലുള്ള ഭരണം അല്ല, ഇപ്പൊ കാഴ്ചപ്പാട് തെറ്റില്ലാത്ത ഭരണമാണ്. ഇത്തവണയും കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ ആ ഒരു വ്യത്യാസമില്ല. സ്വർണ്ണക്കടത്തിലൂടെ കള്ളക്കടത്തിലൂടെ ഭീകര പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. UDF മൊത്തം തരംഗാണെങ്കിൽ UDF തരംഗാവും. അപ്പൊ അടുത്ത തവണ UDF ആയിരിക്കും അധികാരത്തിൽ എന്തായാലും വരും. കേരളം ആര് ഭരിക്കണം എന്ന ചോദ്യവുമായി സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് മലപ്പുറത്തെത്തിയിരിക്കുകയാണ്. മലപ്പുറം UDFൻ്റെ ഒരു കോട്ടയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് എന്താണ് പറയാനുണ്ടോയെന്ന് കേൾക്കാം. എങ്ങനെയുണ്ട് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ? മലപ്പുറത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ UDFനാണ് കൂടുതൽ നീക്കം കിട്ടുന്നത്. ഓക്കെ. സ്ഥിരം UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. എന്തോന്ന്? സ്ഥിരം UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലം ഇല്ലേ? ഏകദേശം മത്സരമില്ലാത്തൊരു മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ. മത്സരമുണ്ട്. അല്ല, എന്നാലും പ്രാക്ടിക്കൽ സെൻസിൽ മത്സരമുണ്ട്. മത്സരത്തിൽ എന്തായാലും UDF കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു സ്ഥലമാണിത്. ഓക്കെ. എങ്ങനെയുണ്ട് സംസ്ഥാന ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? സംസ്ഥാന ഭരണം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ദേശീയതയിൽ നോക്കിയാലോ, ദേശീയ ഭരണത്തിൽ നോക്കിയാലോ കുറ്റം പറയാൻ പറ്റില്ല. യൂണിയൻ ഗവൺമെന്റിനെ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. സംസ്ഥാന ഭരണം ഓക്കെയാണ്. തീർത്തും ഏകപക്ഷീയമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാകമാനം അങ്ങനെ തന്നെയാണ്. അതെ, നമുക്ക് അതിൽ പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു എതിർപ്പ് വന്നാൽ മാത്രമേ ഒരു ജില്ലയുടെ വികസനത്തിൽ വ്യത്യാസം വരുള്ളൂ. ഇപ്പൊ ഈ മലപ്പുറം ടൗൺ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കേരളത്തിലെ 13 ജില്ലയിൽ നിങ്ങൾ പോയാലും കാണാത്ത വികസന മുരടിപ്പാണ് ഇവിടെ കാണുന്നത്. അതിന് പ്രധാന കാരണം ഒരു കക്ഷി ദീർഘകാലമായിട്ട് ഇവിടെ ഭരിക്കുന്നു എന്നുള്ളതാണ്. പരാജയഭീതി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു മാറ്റം വരണം എന്ന് ജനങ്ങൾക്കും കൂടി ഒരു തോന്നലുണ്ടാവേണ്ടത് നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ബോധ്യത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഒരു മൂന്നാമത് മാറ്റം വരണം. അതായത് ഈ തുടർച്ചയായ ഭരണം കുഴപ്പമാണ്. ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കൂടുതലാണ്. വിലക്കയറ്റം, ബുദ്ധിമുട്ടുകൾ. പിന്നെ ഒന്നാമത് ഞങ്ങൾ കക്കല്. ഈ അമ്പലത്തിൽ കക്ക മോശപ്പെട്ട കാര്യമില്ല. ഈ ശബരിമല കേസാണ്. അപ്പോ വീണ്ടും ഭരണം UDFിലേക്ക് പോകണോ? അതൊന്ന് മാറണം. അതോ NDAയിലേക്ക് വരണോ? അല്ല, ഒന്ന് മാറണം. ആരെങ്കിലും ഒന്ന് മാറണം. മലപ്പുറത്തിന്റെ രാഷ്ട്രീയാവസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മലപ്പുറത്തിന്റെ മൊത്തത്തില് രാഷ്ട്രീയാവസ്ഥ മോശമാണ്. മോശമാണ്. പക്ഷെ ഒട്ടിയുണ്ട്. ഇവരെന്നെ വന്നാലും ആര് വന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒന്നാമത് പൈസേൻ്റെ ടൈറ്റും മറ്റത് ആയിട്ട് എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? നന്നാവാനിപ്പോ ഇനിയിപ്പോ മറ്റൊരു കയറിയാലും നന്നാവുന്നില്ല. ഇവിടെ എന്തായാലും നന്നാവുന്നില്ല. ഈ പോക്കങ്ങനെ പോവുകയാണെങ്കിൽ അത്രയും തന്നു. ഇങ്ങനെ തന്നെ പോകണം. ഇങ്ങനെ പോകുന്നതല്ല. എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആര് ജയിക്കും? ഇവിടെ UDF ജയിക്കും. കുഞ്ഞാപ്പയുടെ മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലമാണ്. കുഞ്ഞാപ്പയുടെ മണ്ഡലമാണ്. അറിയാലോ, മലപ്പുറമാണ്. അതാണ്. അറിയാലോ, മലപ്പുറമാണ്. അതുകൊണ്ട് വേറെ ചോദ്യങ്ങൾ കാരണമില്ല. നിലവിലെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? ഭരണം കുറച്ചൊക്കെ ഒരു നല്ലതുണ്ട്. നമ്മൾ പക്ക മോശമാക്കി വരാൻ പറ്റൂല. ഇപ്പൊ KSRTCന്റെ കാര്യം അതേമാതിരി അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. വീഴ്ച എവിടെയാണ്? വീഴ്ച ഭയങ്കര വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രി ഭയങ്കര തോൽവിയാണ്. ആഭ്യന്തര മോശമാണെന്നാണ്. ആഭ്യന്തര മോശമാണ്. പിന്നെ കൃഷി, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ മോശമാണ്. എങ്ങനെയാണ് മലപ്പുറത്തിന്റെ രാഷ്ട്രീയം? മലപ്പുറത്തെ രാഷ്ട്രീയം ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മുന്നിട്ട് നിൽക്കുക. ഒരു സിറ്റിംഗ് സീറ്റാണ്. അവരാണ് വിജയിക്കുക. സിറ്റിംഗ് സീറ്റാണ്. യാതൊരു അംശമില്ല. നിലവിലുള്ള ഭരണം എങ്ങനെയുണ്ട്?
നിലവിലുള്ള ഭരണം അല്ല ഇപ്പൊ കാഴ്ചപ്പാട് തെറ്റില്ലാത്ത ഭരണമാണ്. അതെ, കേരളത്തിൽ വെച്ചാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഇയാൾ വന്നതിന് ശേഷം ഈ 2000 രൂപ ഫ്രീ കൊടുക്കണ്ടല്ലോ ഒരു അതിങ്ങനെ കുട്ടി അങ്ങനെ പോകുന്നുണ്ട്. ഒരു പണിയെടുക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ഗുണമാണ്. കേന്ദ്രഭരണത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രഭരണം മോശമില്ല. താങ്ക് യു. എന്നാലും ഇവിടെ കുഞ്ഞപ്പന്റെ ഇവിടെ അങ്ങനെയാണ് ഓക്കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയതുകൊണ്ട് എന്തായാലും മൂപ്പറേ ജയിക്കുള്ളൂ. അതെ, അപ്പൊ അതുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കും. പക്ഷെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? കാരണം നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥിരം സീറ്റാണ് ഇത്തവണയും കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ ആ ഒരു വ്യത്യാസമില്ല. പ്രചരണം പോലും അത്ര വേണ്ടെന്നാ ചിലരൊക്കെ പറയുന്നത്. പ്രചരണം പോലും അത്ര ആവശ്യമില്ല എന്നാ പറയുന്നത്. അല്ല, പ്രചരണം അതിന്റെ മുറപോലെ നടക്കും. അല്ല, അതുപോലും വേണ്ട, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചോളും എല്ലാ ജയിക്കും എന്നാണ് പറയുന്നത് അല്ലേ? എങ്ങനെയുണ്ട് സംസ്ഥാന ഭരണം? സംസ്ഥാന ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. കേന്ദ്ര ഭരണം? കേന്ദ്ര ഭരണവും കുഴപ്പമൊന്നുമില്ല. രണ്ടും കുഴപ്പമില്ല. എന്നാലും കുഞ്ഞാലിക്കുട്ടി തന്നെ ജയിക്കല്ലോ ഇവിടെ. മലപ്പുറം UDF കോട്ടയാണ്. ഒരു മരണം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആകും. എങ്ങനെയുണ്ട് പക്ഷേ UDFന്റെ നേട്ടങ്ങളായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നു? UDFന്റെ നേട്ടം നമ്മൾ 10 വർഷമായിട്ട് ഇപ്പോൾ ഭരണം ചെല്ലോ. പ്രതിപക്ഷ MLA ആണ്. അതെ. അപ്പോൾ മലപ്പുറത്ത് ഒരുവിധം സീറ്റൊക്കെ 90% സീറ്റൊക്കെ ഓക്കെയാണ് UDFന്. ഇവിടെ UDFന് അത് മൊത്തം തരംഗമാണ്. ഇനി UDF തരംഗാവും. അപ്പോൾ അടുത്ത തവണ UDF ആയിരിക്കും അധികാരത്തിൽ. എന്തായാലും വരും. ഈ ഭരണത്തെ തൂത്തെറിയപ്പെടും ഉറപ്പാണ്. അടുത്ത 5 വർഷം മിനിമം UDF കേരളം. ഇനി ഒരു തുടർ ഭരണം ഇനി LDFന് ഉണ്ടാവില്ല. അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഓക്കെ, അതുകൊണ്ട് അവർ മാറി. അതിന്റെ കാരണങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ശബരിമല വിഷയം. എന്തായാലും ഇനി ഭരണം പ്രതീക്ഷിക്കാം. ഭരണം ഇനി ഒരിക്കലും കിട്ടൂല എന്നാണ്. കേരളത്തിന്റെ അവസാന മുഖ്യമന്ത്രിയാണ് LDFന്റെ പിണറായി വിജയൻ. VD സതീശൻ വരും. അടിച്ചു പൊളിച്ചു പോകും. കുറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത 5 വർഷം ആര് ഭരിക്കും കേരളത്തെ? കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവണം. LDF മാറണം. എന്തായാലും LDF മാറണം. UDF ഭരണം UDF ഭരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് കാരണം? പെട്ടെന്ന് ഭരണ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാന്ദ്യമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിൽ. അതുപോലെ തന്നെ വില വർധനവ്, അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. ആഭ്യന്തരം പിന്നെ നമുക്കറിയാലോ, ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ അജിത് കുമാറിനെ പോലത്തെ പിന്നെ IPS ഉദ്യോഗസ്ഥരൊക്കെ തൊഗാഡിയെ പോലത്തെ ആളുകളായിട്ടുള്ള ചർച്ച ചെയ്തതൊന്നും ഇപ്പോഴും സർക്കാർ അതിന് വേണ്ട നടപടി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ കൊടുത്തത് മലപ്പുറം സ്വർണ്ണക്കടത്തിലൂടെ കള്ളക്കടത്തിലൂടെ ഭീകര പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. അതിനെതിരെ ഒരു പ്രസ്താവന പോലും എതിരിൽ വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതെല്ലാം ഇലക്ഷനിൽ തീർച്ചയായും പ്രതിഫലിക്കും. അതാണല്ലോ ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടത്. ഒരു ഇടം പോലും കൊടുക്കാതെ മലപ്പുറത്ത് UDF എടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം മലപ്പുറത്ത് നിലനിൽക്കുന്നുണ്ട്, കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. ഒരു ഭരണ തുടർച്ചയല്ല, ഭരണമാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് മലപ്പുറം സംസാരിക്കുന്നത്. മലപ്പുറത്തിന്റെ അഭിപ്രായം ഇതാണ്. മലപ്പുറത്തുകാർ പറയുന്നു ഇനിയൊരു ഭരണ തുടർച്ച പിണറായി സർക്കാർ പ്രതീക്ഷിക്കേണ്ട. ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ LDFനെ അനുകൂലിച്ച് പറയുന്നവർ പോലും പൂർണ്ണമായി അനുകൂലിച്ചല്ല സംസാരിക്കും. നമുക്കിനി മറ്റൊരു മണ്ഡലത്തിൽ മറ്റൊരു പ്രദേശത്ത് വീണ്ടും കാണാം. താങ്ക് യു.